BJPയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. RSSഉം ഇസ്രയേലിലെ സിയോണിസ്റ്റും രണ്ടും ഇരട്ടപെറ്റ സഹോദരങ്ങളാണ്. അത്ര കണ്ട് ബന്ധമാണ് അവർ തമ്മിൽ. അപ്പോൾ കോൺഗ്രസ് ഇസ്രയേലിനോടുള്ള സമീപനം മാറ്റിയപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ഇവിടുത്തെ BJP ഗവൺമെൻറ് ഇസ്രയേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലയിലേക്കും അതിൻ്റെ ഭാഗമായുള്ള മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയും വന്നു. വലിയ തോതിലുള്ള ആയുധ വ്യാപാരം ഇപ്പോൾ നടക്കുകയാണ്. ഇസ്രയേലിൽ നിന്ന് ആയുധം വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന ആയുധം, അതിന് കൊടുക്കുന്ന വില, അതിലൂടെ ഇസ്രയേലിൻ്റെ ആക്രമണോത്സുകതയാണ് ശക്തിപ്പെടുത്തി കൊടുക്കുന്നത്. ഇസ്രയേലിനെ ആക്രമണം നടത്താനുള്ള സാമ്പത്തിക ശേഷിയാണ് അത് പ്രദാനം ചെയ്യുന്നത്. മാത്രമല്ല ഇസ്രയേൽ പക്ഷപാതിത്വം നമ്മുടെ രാജ്യം നേരത്തെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ തന്നെ പ്രഖ്യാപനങ്ങളുണ്ടായി. വല്ലാത്ത കൂറ് ഇസ്രയേലിനോട് പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ഇസ്രയേൽ നടത്തുന്ന പലസ്തീന് നേരെയുള്ള ആക്രമണങ്ങൾ അതേ രീതിയിൽ അപലപിക്കുന്ന നില സ്വീകരിച്ചതുമില്ല. ഇസ്രയേലിനോട് പക്ഷപാതപരമായ സമീപനം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കൂടുതൽ പ്രീണിപ്പിക്കുന്നതിന് വഴിവെക്കുമെന്ന് കണ്ടപ്പോൾ അത് കൂടുതലായി ശക്തിപ്പെടുന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോൾ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ ഏകപക്ഷീയമായ ആക്രമണം ഇസ്രയേൽ നടത്തിയപ്പോൾ അതിനെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിൽ നാം ഇന്ത്യയെ കണ്ടില്ല. ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ രാഷ്ട്രങ്ങളും അനുകൂലിച്ചുകൊണ്ട് പ്രമേയങ്ങൾ വന്നു. ജനറൽ അസംബ്ലിയിൽ അത്തരം പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആ പ്രമേയത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ബഹുഭൂരിഭാഗം ലോകരാഷ്ട്രങ്ങളും ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ഭാഗമായി നിൽക്കാനായില്ല. ഇന്ത്യ അതിൽ നിന്ന് മാറി നിന്നു. കാരണം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ മുഖം മുഷിയാൻ പാടില്ല. അവരുടെ പ്രീണനം പ്രധാനമാണ് എന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇപ്പോൾ കടുത്തൊരു വാക്കുപോലും ഇസ്രയേലിനെതിരെ പറയാൻ തയ്യാറില്ല. ഇത് അപമാനകരമായൊരു ഭാഗമാണ്. നമ്മുടെ രാജ്യം ഇതല്ല ആഗ്രഹിക്കുന്നത്. ഇതല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് തുറന്ന് സ്വീകരിക്കാൻ കഴിയണം. അത് BJPക്ക് കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ BJPയുടെ നയം തിരുത്തിക്കുമാറുള്ള ശക്തമായ പൊതുജനാഭിപ്രായം രാജ്യത്താകെ ഉയർന്നു വരേണ്ട ഘട്ടമാണിത്. അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളും യുദ്ധത്തിൽ ചിലപ്പോൾ പങ്കാളികളായേക്കും. കാരണം അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയൊരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക എന്താഗ്രഹിക്കുന്നതിനും അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ആകാശവും
നമ്മുടെ മണ്ണും നമ്മുടെ കടൽ തീരവും എല്ലാം ഈ സൈന്യത്തിൻ്റെ വിശ്രമത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയേക്കുമോ എന്ന ആശങ്കയടക്കം ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ നല്ല ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പൊതുവായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇടതുപക്ഷം എല്ലാ കാലത്തും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടരുക തന്നെ വേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം.